ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ മുഅ്തസിലികൾ പറഞ്ഞ ന്യായമാണത്. ഹിജ്റ 3-ാം നൂറ്റാണ്ട് 200-കളിൽ ജീവിച്ച നല്ലാം എന്ന് പറയുന്ന മുഅ്തസിലി പണ്ഡിതരുണ്ട്. നല്ലാം അയാൾ അന്ന് ഹദീസിനെ തള്ളാൻ വേണ്ടി കൊണ്ടുവന്ന ന്യായങ്ങൾ 4 ന്യായം പ്രധാനം. 1, ഖുർആനെതിരായ ഹദീസ് സ്വീകരിക്കേണ്ട കാര്യമില്ല. 2, ബുദ്ധിക്കെതിരായ ഹദീസ് സ്വീകരിക്കേണ്ട കാര്യമില്ല. 3, അനുഭവജ്ഞാനത്തിന് വിരുദ്ധമായ ഹദീസുകൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. 4, പരസ്പര വിരുദ്ധമായ ഹദീസുകൾ സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന ന്യായം കൊണ്ടുവന്നിട്ട് 10-200ഓളം ഹദീസ് അയാൾ തള്ളി. 200ഓളം ഹദീസ് അയാൾ എണ്ണി പറഞ്ഞു. ചിലത് അദ്ദേഹം പറഞ്ഞു ഖുർആനെതിരാണ്, ചിലത് പറഞ്ഞു ബുദ്ധിക്കെതിരാണ്, ചിലത് പറഞ്ഞു അനുഭവത്തിനെതിരാണ്. അന്ന് എല്ലാം പറഞ്ഞതാണ് അനുഭവത്തിനെതിരാണ്. 2 ഹദീസ് പറഞ്ഞ 2 ഹദീസാണ്. 1 സംസം, മറ്റൊന്ന് ഹജറുൽ അസ്വദ്. ഇത് അനുഭവജ്ഞാനത്തിനെതിരാ, അതുകൊണ്ട് ഈ ഹദീസ് സ്വീകരിക്കേണ്ട കാര്യമില്ല. അന്ന് നല്ലാമിന് മറുപടിയായിട്ട് ഇബ്നു ഖുതൈബ എന്ന് പറയുന്ന പണ്ഡിതൻ ഒരു കിതാബിനെ എഴുതി. നല്ലാമ് ഏതൊക്കെ ഹദീസും ഇങ്ങനെ തള്ളിയോ ആ ഓരോ ഹദീസിനെടുത്തിട്ട് ഇതാണ് അയാൾ തള്ളിയ ഒരു ഹദീസ്, അയാൾ പറഞ്ഞ ന്യായം ഇതാണ്, ആ ന്യായം ശരിയല്ല, വസ്തുത ഇതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞ ഓരോന്നിനെയും എടുത്തുകൊണ്ട് ഇബ്നു ഖുതൈബ റഹിമഹുല്ലാ അന്ന കിതാബ് എഴുതി. തഅ്വീലു മുഖ്തലിഫിൽ അഹാദീസ്, തഅ്വീലു മുഖ്തലിഫിൽ അഹാദീസ്, പരസ്പര വ്യത്യാസമായി കാണുന്ന ഹദീസുകൾക്കുള്ള ശരിയായ വിശദീകരണം എന്നാണ് കിതാബിൻ്റെ പേര് തന്നെ. ഇയാൾ പറഞ്ഞ ഓരോന്നിനും നമ്പറിട്ട് അദ്ദേഹം ശരിയായ വിശദീകരണം കൊടുത്തു. അന്ന് ഇബ്നു ഖുതൈബ പറഞ്ഞു ഈ ഹജറുൽ അസ്വദിന്റെ വിഷയം. അദ്ദേഹം പറഞ്ഞു, 1, ഓരോരുത്തരും ചുംബിക്കുമ്പോൾ അവൻ്റെ നന്മയും തിന്മയും കണക്കാക്കി ഈ കല്ലിന് മാറ്റം വരിക എന്ന സിസ്റ്റം അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് അത് വരുന്നില്ല. 2, ഇത് ദൃഷ്ടാന്തമായി അത് നിശ്ചയിച്ചതാണ്. ഒരു പാപം ഒരു കല്ലിൽ ഇത്ര സ്വാധീനിക്കുമെങ്കിൽ കൽബിൽ എത്ര സ്വാധീനിക്കും എന്ന് കാണാൻ വേണ്ടി അത് ദൃഷ്ടാന്തമാക്കി അവിടെ വെച്ചതാണ്. ഒരു വെളുത്ത കല്ല് പാപികൾ ചുംബിച്ച് കറുത്തു. അപ്പം പാപങ്ങൾക്ക് ഇത്രയേറെ സ്വാധീനമുണ്ട്, ഒരു കല്ല് വരെ കറക്കാൻ മാത്രം സ്വാധീനമുണ്ട് പാപങ്ങൾക്ക് എങ്കിൽ മനുഷ്യൻ്റെ കൽബിനെ എത്ര സ്വാധീനിക്കും എന്നൊരു ദൃഷ്ടാന്തമായി അല്ലാഹു തആല അതവിടെ വെച്ചിരിക്കുന്നു. 3-ാം അധ്യായം പറഞ്ഞു അതൊന്നുമില്ലെങ്കിലും നബിതങ്ങൾ പറഞ്ഞു ഇത് കറുത്തു, വെളുത്ത കല്ലായിരുന്നു, പാപികൾ ചുംബിച്ചപ്പോൾ കറുത്തു. നമ്മൾ വേണം നോക്കേണ്ട ആവശ്യം. നബിയെ പറഞ്ഞാൽ പിന്നെ സമീന വാത്വായിന നമ്മൾ കേട്ടു, അനുസരിച്ചു. ഈ ന്യായം അന്ന് ഈ കിതാബിലുണ്ട്. ഇബ്നു മുഖ്തലിഫ ഹദീസിൽ നല്ലാമിനെ ഇതേ ന്യായം എടുത്തു കൊടുത്തിട്ടുണ്ട്. നല്ലാം എന്ന് പറഞ്ഞത് നബിയും സഹാബിമാരും ചുംബിക്കുമ്പോഴെങ്കിലും വിളിക്കേണ്ടതല്ലായിരുന്നു എന്നാണ് നല്ലാം പറഞ്ഞത്. നബിയും സഹാബിമാരും ചുംബിക്കുമ്പോൾ വിളിക്കേണ്ടേ, അത് വിളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് പണ്ട് കറുത്തിട്ടില്ല. ഇതിൽ ഇബ്നു ഖുതൈബ ഈ മറുപടികൾ പറഞ്ഞു. ഹിജ്റ 200-കളിൽ അവിടുന്ന് ശേഷം 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇമാം അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി ഉണ്ടാകുന്നത്. ഹിജ്റ 700-കളിലാണ്. 800-കളിൽ അസ്ഖലാനി ഇമാമിൻ്റെ ഫത്ഹുൽ ബാരി, ആ ഫത്ഹുൽ ബാരി എഴുതുമ്പോൾ ഈ സംസം വെള്ളത്തിൻ്റെ ഹദീസും ഹജറുൽ അസ്വദിന്റെ ഹദീസും വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ ചില ആളുകൾ ഇതിനെതിരെ ചില ന്യായങ്ങളുമായി വരുന്നുണ്ട്. അദ്ദേഹം അന്ന് എഴുതിയ ഹിജ്റ 800-കളിൽ. ഇപ്പം ചില ആളുകൾ ഈ ഹദീസിനെതിരെ വരുന്നുണ്ട്. അവർ പറയുന്നു ഇത് അനുഭവത്തിനെതിരാകുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അവർ ചോദിക്കുന്നു, ദുഷിച്ചവർ ചുംബിച്ചപ്പോൾ കറുത്തെങ്കിൽ നല്ലവർ ചുംബിക്കുമ്പോൾ വെളുക്കണ്ടേ എന്ന് അവർ ചോദിക്കുന്നു. അവരോടുള്ള മറുപടി പണ്ട് ഇബ്നു ഖുതൈബ പറഞ്ഞ മറുപടിയാണ് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഖുതൈബയുടെ കിതാബിന് അതേപോലെ അദ്ദേഹം കോട്ട് ചെയ്യുന്നു. ഈ മറുപടി നമുക്ക് എപ്പോഴും പറയാനുള്ളൂ. അപ്പോൾ അന്നത് പറഞ്ഞു. ഇപ്പോൾ 2016 ഓഗസ്റ്റിൽ ഇതേ ന്യായം ഇത് അനുഭവത്തിനെതിരാണ്, അതിനെതിരെ നബിയും സഹാബിമാരും ചുംബിക്കുമ്പോൾ വെളുക്കണ്ടേന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയത്. നമുക്കുള്ള മറുപടി എന്താണ്? പിന്നെ പറഞ്ഞ മറുപടി അത് പറഞ്ഞാൽ നമ്മളെ വക മറുപടി ഒന്നും ഉണ്ടാക്കണ്ട.